അമ്മ പോട്ടെ. ആശാനെ, മോളെ, നിങ്ങൾ ഇനി എങ്ങോട്ടാ? അറിയില്ലമ്മേ. എന്തായാലും എന്റെ വീട്ടിലേക്കല്ല, സത്യാമ്മയുടെ വീട്ടിലേക്കും അല്ല. ദുരഭിമാനം കുറച്ച് ബാക്കി കിടപ്പുണ്ട്. വിഷ്ണുട്ടാ, നമുക്കിറങ്ങാം. ഓ വാ. ഏട്ടത്തിയമ്മ ആശാനൊരു പിണക്കം പോലെ ഇറങ്ങിപ്പോയത്. ഇവളുടെ വാ അടങ്ങിയിരിക്കത്തില്ലല്ലോ. ഇവള് പറഞ്ഞ എന്തെല്ലോ ആ കൊച്ചു കേട്ടിട്ടുണ്ട്. ആണെങ്കി കണക്കായിപ്പോയി. അത്രയും ഭാരം ഒഴിഞ്ഞതിനെ ദൈവത്തിനോട് നന്ദി പറയും. എന്റെ ദൈവമേ, ആശാന്റെ ഏട്ടത്തിയമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇവിടെയല്ലേ? ആ, എത്ര അഡ്വാൻസ്? ഒരു ദിവസം മട്ടും തന്നെ സാർ. ആ, തൽക്കാലം ഒരു ദിവസത്തേക്ക് മതി. ആ, 2000 റുപ്പീസ് സാർ. വിശ്വംഭരനല്ലേ ലോഡ്ജിന്റെ ഉടമസ്ഥൻ? ആമാ സാർ. ആ, എന്റെ പരിചയക്കാരനാ. ഏത് റൂം ഏതാ? 504. ആ, പോവാം. ആ, സാർ ബാഗ്. അല്ല, ഞാൻ മോളെ ഞാൻ എടുക്കണോ? വേണ്ട. അല്ല, മുകളിലാ? ഇങ്ങതാ സാർ. ആ, ഈ വിശ്വംഭരൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടുത്താളാ. എന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. വട്ടിപ്പിരിവിലെ അമ്മേറേത് പല മാസവും ഞാൻ തവണ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആത്മാർത്ഥമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഹോട്ടലിന് 3-ാം നില എടുത്ത് ചാടാൻ പറഞ്ഞാൽ ചാടും. ഇതാ റൂമല്ലേ? ആ, ഈ വിശ്വംഭരനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ എത്ര നാൾ വേണമെങ്കിലും ഈ റൂം ഫ്രീ ആയിട്ട് കിട്ടും. എന്നാലത് വേണ്ട. വാങ്ങ സാർ. ആ, വാ. പോതുമാ സാർ? ആ, തൽക്കാലം ഇത് മതിയില്ലേ? ആ, ഇനി ഏതാവത് വേണമോ സാർ? അല്ല, വെള്ളം. ആ, വെള്ളം ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ വിളിച്ചോളാം. ആ, ശരി സാർ. ആ. ഈ റൂം അത്ര പോരാ അല്ലേ? വേണമെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാട്ടോ. അല്ല,
കാശൊക്കെ ഉണ്ട്. എപ്പോഴും മനസ്സിൽ ചെറിയൊരു കോംപ്ലക്സ് കിടപ്പുണ്ടല്ലേ? ഏയ് അങ്ങനെയല്ല. ഭാര്യയ്ക്ക് മുന്നിൽ ചെറുതായി പോവോന്നൊരു പേടി. ഏയ് അതല്ലടോ. വിഷ്ണുട്ടാ, ഇനിയെങ്കിലും മനസ്സിലാക്ക, നമ്മൾ രണ്ടാളും രണ്ടല്ല, ഒന്ന് തന്നെയാ. ആരും ആർക്കു മുന്നിലും ചെറുതോ വലുതോ ആകുന്ന ഒരു പ്രശ്നമില്ല. ശാലിനി, എന്നാലും ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇതുപോലൊരു ഏതുപോലൊരു ഒരു ചാണകപ്പുരയിൽ കളിച്ചു വളർന്ന ശാരദാമ്മയുടെ മകൾക്കേ ദേ ഇതൊക്കെ സ്വർഗാ. വിഷ്ണുവേട്ടനോടൊപ്പമുള്ള സങ്കടം പോലും എനിക്ക് ആനന്ദമാ. ഇതിപ്പോ ഏത് പാതാളക്കുഴിയിലായാലും കുഴപ്പമില്ല, വെള്ളത്തെ തല്ലിപ്പതച്ചു നിൽക്കുമ്പോ കൈ പിടിക്കാൻ വിഷ്ണുവേട്ടനുണ്ടായ മാത്രം മതി. ഈ രാത്രി സമാധാനമായി തല ചായ്ക്കാൻ ഒരിടം കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. ആ കമലൻ പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര വിഷമായി. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം. പക്ഷേ ഒടുവില് വിഷ്ണുവേട്ടന് തന്നെ ഒരു വിഷമാവുണ്ടെന്ന് കരുതിയാ ഞാൻ. അതെന്തായാലും നന്നായിടോ. ബന്ധങ്ങളൊന്നും അകന്നു നിൽക്കുന്നത് നല്ലതെന്നുള്ള പാഠം കമലിന്റെ കാര്യത്തിൽ മറന്നു. വിജിലയെ കുറ്റം പറയാൻ പറ്റില്ല വിഷ്ണുവേട്ടാ. ആ സാഹചര്യത്തിൽ കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നൊരു പെൺകുട്ടിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനാവൂ. അവള് മുന്നോട്ട് നോക്കുമ്പോ എന്താ ഉള്ളേ? ചുറ്റും ഇരുട്ടല്ലേ? ആശ വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതിനിടയില് അധിക ബാധ്യത കൂടി ആയാലോ? ശാലിനി, എടോ, തെറ്റെന്റേത് കൂടിയാ, എന്റേത് മാത്രമാണെന്നും പറയാം. ഞാൻ നോക്കുമ്പോ എനിക്ക് ചുറ്റും സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടഭക്ഷണം, ചോദിക്കുന്നതിന് മുമ്പേ കിട്ടുന്ന സുഖസൗകര്യങ്ങള്, അതിനിടെ കളിച്ചും ചിരിച്ചും ചങ്ക് കുറിച്ച് കൂടെ നിൽക്കുന്നവരെ പറ്റി ഞാൻ ആലോചിച്ചില്ല. വൈകുന്നേരമാകുമ്പോ അവര് ചെന്ന് കയറുന്നത് കുറ്റപ്പെടുത്തലിന്റെയും ശാപങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരു നരകത്തിലേക്കാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. കയ്യിലുള്ള ആർക്കൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. വിഷ്ണുട്ടാ, എല്ലാം തിരിച്ചറിഞ്ഞ് രണ്ടാമതൊരു നല്ല തുടക്കത്തിന് വേണ്ടിയാവും ഒരു പക്ഷേ ഇതൊക്കെ. ഞാനേ ഒന്ന് ഫ്രഷ് ആവട്ടെ. അച്ചടാ, എന്താണ്? ആ വാഷ്റൂമിന്റെ കാര്യമൊക്കെ കണക്കാ. അല്ല, ബ്രഷും പേസ്റ്റും ഒന്നും ഇല്ലല്ലോ. ഇതുപോലത്തെ ചെറിയ ലോഡ്ജിലൊന്നും അതൊന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. ഒരു ദിവസത്തേക്കൊക്കെ റൂം എടുക്കുന്നവരല്ലേ മിക്കവാറും പേരും. അല്ല, വിശ്വംബരനോട് പറഞ്ഞാൽ ഏർപ്പാടാക്കി തരും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഞാൻ തന്നെ പോയി വാങ്ങാം. എന്താണോ? അതേ, അച്ഛന് കുറച്ച് ദുരഭിമാനം കൂടി മാറാനുണ്ടെന്ന്. അച്ചടാ, എന്റെ കുഞ്ഞിന് വരെ കാര്യം മനസ്സിലായോ? സത്യാമേ, സത്യാമേ, സത്യാമേ,
സത്യാമേ, എന്താ മോനെ? സത്യാമേ, സത്യാമേ, ഓ ഇവനാ? സത്യാമേ, മോനെ സത്യാമേ, സത്യാമേ റെഡി. മോനെ ഞാൻ പറയുന്നത് കേക്ക്. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. എവിടെ വരെ സത്യാമ? സത്യാമേ, ഞാനിവിടെ ഉണ്ട്. എന്റെ മോൾ എവിടെ? സത്യാമേ, നിങ്ങളോടാണ് ചോദിച്ചത്. എന്റെ മോൾ എവിടെ? എന്റെ മോളെ നോക്കിയോളാന്ന് എന്റെ അമ്മ പറഞ്ഞതാ. അന്ന് നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ തന്നെ നോക്കിയോളാന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞെന്നാ എനിക്കറിയേണ്ടത്. ഉത്തരം പറയാൻ. പൊന്നി, നീ പ്രീതിയുടെ പാൻ മാറ്റണം. ഇന്ന് കുളിപ്പിക്കാൻ സമയത്ത് എന്നെ കൂടെ ഒന്ന് വിളിക്കണം. കുറച്ച് സമയം താങ്ങി എഴുന്നേപ്പിച്ചിരുത്തിയില്ലെങ്കിൽ ബെഡ്സോർ ഉണ്ടാവും. ആ പിന്നെ വൈകിട്ടത്തെ മരുന്ന് 6:30. അത് മറക്കരുത്. നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? വയ്യാതെ കിടക്കുന്ന ഒരു മോളുണ്ട് എനിക്ക്. അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. അവൾക്കൊരു ഭർത്താവുണ്ട്. ആരാന്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കാനേ അവന് സമയമുള്ളൂ. ആ ഇനി നിനക്ക് ചോദിക്കാനുള്ളതോ പറയാനുള്ളതോ ആകാം. സത്യാമേ, നിങ്ങളുടെ കാത് കേൾക്കാം എന്ന് തന്നെ എപ്പോഴും വിശ്വാസം. എന്റെ മകൾ എവിടെയെന്ന് ഞാനൊരു 100 വട്ടം ചോദിച്ചു. 100 അല്ല, 3 വട്ടം. ഇനി അതല്ല 3000 വട്ടം ചോദിച്ചാലും അതിന് ഒരു മറുപടിയേ ഉള്ളൂ. നീ മോളെ ആർക്ക് ദത്ത് കൊടുത്തോ അവരോട് പോയി ചോദിക്കേ. നീ പറഞ്ഞല്ലോ നിന്റെ അമ്മ മോളെ വളർത്താമെന്ന് പറഞ്ഞതാണെന്ന്. അതുപോലെ ഞാനും പറഞ്ഞതാടാ മോളെ ദത്തെടുത്തോളാവെന്ന്. എന്നിട്ട് നീ തന്നോ? ശാലിനിയെ പോലല്ല, ശാലിനി വളർത്തണം നിന്റെ മോളെ, അല്ലേടാ? ചെന്ന് നോക്കടാ ഏതെങ്കിലും തെരുവിലോ ചേരിയിലോ ഒക്കെ. ശാലിനി വളർത്തുന്നുണ്ടാവും നിന്റെ മോളെ. ശാരദാമ്മയുടെ നന്മയും വസുമതിയുടെ കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞു കൊടുത്ത്. അല്ലാതെ എന്തു മറുപടിയാണ് ഞാൻ ഇവന് കൊടുക്കേണ്ടത്? ഇവൻ തന്നെയല്ലേ വക്കീലിനെ വിളിച്ച് നടപടികളെല്ലാം രേഖാമൂലമാക്കിയത്? മോളുടെ അവകാശമേ കോടതിയിൽ പോയി ചോദിക്കാൻ പറ അവനോട്. കിട്ടും ഉടനെ. സത്യാമേ, ആര് പറഞ്ഞിട്ടാ വിഷ്ണുവിനെ ശാലിനി ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്? ഹാ, അങ്ങനെ നിന്റെ യഥാർത്ഥ പ്രശ്നം പറയും. നോക്ക്, എന്റെ മകനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല. പിന്നെ ശാലിനിയുടെ കാര്യം, സത്യഭാമയുടെ വീട്ടിൽ ആര് നിൽക്കണം പോണോന്നൊക്കെ ഈ സത്യഭാമ തീരുമാനിക്കും. ഓ, അങ്ങനെയാണല്ലേ? അതെ, അങ്ങനെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ എനിക്കും എന്റേതായ തീരുമാനങ്ങളുണ്ട്. നിന്നോട് ആര് പറഞ്ഞടാ തീരുമാനിക്കണ്ടെന്ന്? എന്റെ ഭാര്യ എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അർജുൻ, എന്റെ മകൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്റെ മരണം വരെ. എന്റെ ഭാര്യയുടെ കാര്യം ഞാനാ സത്യമായി തീരുമാനിക്കേണ്ടത്. ഈ അർജുൻ ശങ്കർ കറുത്ത കോട്ടോട്ട് നടക്കുന്നത്
ചുമ്മാ അലങ്കാരത്തിനല്ല. എടാ, കോടതിയും പോലീസും പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവൾക്ക് ബോധവും സന്മനസ്സും ഉണ്ടായിരുന്നപ്പോ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ പണം കൊണ്ട് നേടാവുന്ന ഗുണ്ടായസത്തിന്റെ അഹങ്കാരം. ഇപ്പോ ഈ നിമിഷം എന്റെ പ്രീതി എവിടെ നിറക്കി പോയി കാണിക്കട്ടെ ഞാൻ. അതും ഞാൻ ഒറ്റയ്ക്ക്. അവൻ കൊണ്ടുപോവോ? എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. മോനെ, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട്. മോനെ, പ്ലീസ് ഡാ. മക്കളെ, എന്താച്ചാ മോനെ, നിന്റെ അച്ഛൻ ജീവനോടില്ല. എന്നാലും ആ വില നിനക്ക് അറിയാന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നതേ. പാറമോള് ഇവിടുന്ന് പോയി തന്നെ ചങ്ക് തീർന്നിരിക്കുക. ഭാമ പുറമേക്ക് അവളത് കാട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ മോളും പ്രീതിയെ കൂടെ ഇവിടുന്ന് കൊണ്ടുപോയാ ആഘാതം അവിടെ താങ്ങില്ല മോനെ. എന്റെ ഭാമ മോനെ, നിനക്ക് നിന്റെ ഭാര്യയോട് സ്നേഹമുള്ളത് പോലെ എനിക്കും എന്റെ ഭാര്യയോട് സ്നേഹമില്ല മോനെ. അതുകൊണ്ട് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, ഞങ്ങളുടെ മോളും പ്രീതിയെ ഇവിടുന്ന് കൊണ്ടുവരുന്നൂടെ? മോനെ, നടുതളർന്ന് വീൽ ചെയറിലായി പോയി അച്ഛനെ, ജീവച്ചോം പോലെ കിടക്കുന്ന സ്വന്തം മകളെ വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണാനുള്ള അവകാശം കൂടി നീ നിഷേധിക്കരുത് മോനെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാര്യം മോനെ, പിടിവാശിക്കാരിയായ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ഗതി കേടാ മോനെ ഇത്. മോനെങ്കിലും ഇത് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും അച്ഛാ, മനസ്സിലാവും. നീ പ്രീതി എവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകാൻ പോകുന്നില്ല. അതിന് നീ ശ്രമിച്ച ഇവിടെ ചോര വീഴും. ഈ ജില്ലയിലുള്ള കൊട്ടേഷൻ ഗുണ്ടകൾ മുഴുവൻ അണിനിരക്കും. 5 മിനിറ്റിനുള്ളിൽ ഈ വീട്ടുവളപ്പിന് ചുറ്റും. ഈ ജില്ലയിലെ അല്ല,
ഈ രാജ്യത്തെ മുഴുവൻ ഗുണ്ടകളെ അണിനിരത്തി ഈ വീട്ടുവളപ്പിന് പുറത്ത് നിങ്ങൾ മനുഷ്യ മതിൽ തീർത്താലും അർജുൻ ശങ്കർ സ്വന്തം ഭാര്യയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച